നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവ് ദാനമായി നൽകിയിരിക്കുകയാണ്. പുത്രനിലൂടെ സന്തോഷിപ്പാനും ആനന്ദിപ്പാനുമുള്ള ഒരു ദിനം കൂടി, പുത്രനോടൊപ്പം ജയോത്സവമായ ഒരു ദിനം കൂടി നമുക്ക് കർത്താവ് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. പ്രയർ ടൈമിൽ ചാനലുകളിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുകയാണ്. ഈ പകൽ ജയോത്സവത്തിന്റെ പകലാണ്, അനുഗ്രഹത്തിന്റെയും നന്മയുടെയും പകലാണ്. പ്രത്യാശ കൈവിടാതെ സ്തോത്രം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തങ്ങളിൽ ഉറപ്പ് പറഞ്ഞിരിക്കുന്ന കർത്താവ്, വിശ്വസ്തനായിരിക്കുന്ന കർത്താവ് അത് നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഡിസംബർ മാസം തീരാൻ പോകിയ ഏതാനും ദിനങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാം 1, 2, 3 ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. പക്ഷെങ്കിൽ 2024 വരവേൽക്കുന്നതും പ്രത്യാശയോടെ ആയിരിക്കണം. ഈ അവസാനിക്കുന്ന മാസവും വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. ഈ ഒരു വർഷക്കാലം അനുഗ്രഹമായി എന്നെ പോറ്റി പുലർത്തി നടത്തി ഇതുവരെ. പരാജയങ്ങളും ജയങ്ങളും ഒക്കെ ഉണ്ട്, സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വികാര വിക്ഷോഭങ്ങൾ മാറി മറിഞ്ഞ ഒരു വർഷമാണ് നമ്മുടെ കടന്നുപോയതെങ്കിലും നമ്മളെ ആയുസ്സോടെ നിലനിർത്തി ആരോഗ്യത്തോടെ ഇന്നും ആയിരിക്കാൻ കൃപ നൽകി. ദൈവത്തിന് മഹത്വം, സ്തോത്രം. നൽകിയിരിക്കുന്ന ഇപ്പോഴുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുക. കർത്താവിന് മഹത്വം. നമുക്ക് വളരെ വേഗത്തിൽ ഒരു വചനഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വളരെ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 13-ാമത് വാക്യമാണ്: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ വണ്ടിൽ നമുക്ക് എന്നും സ്തോത്ര പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥനയിലും സ്തോത്ര പ്രാർത്ഥനയുണ്ട്. നമ്മുടെ സൺഡേ മീറ്റിങ്ങിലും ഫ്രൈഡേ മീറ്റിങ്ങിലും സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ വെനസ്ഡേ ഒരു ദിവസം മാറ്റിയും വെച്ചിട്ടുണ്ട് സ്തോത്ര പ്രാർത്ഥന. അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓരോ വാക്യത്തിലും പുത്രനാമത്തെ ഏറ്റുപറയുന്നതാണെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന് 14-ാമത് വാക്യത്തിൽ നമ്മളോട് പറയുകയാണ്. ഇവിടെ നമുക്ക് കൊലോസ്യ ലേഖനത്തിന്റെ സ്തോത്രം 1-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തിൽ പറയാം: രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ സ്തോത്രം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ഓക്സിജൻ പോലെയാണ്. എപ്പോഴും സ്തോത്രം പറയണം, എല്ലായ്പ്പോഴും സ്തോത്രം, ഇടതടവില്ലാതെ സ്തോത്രം പറയണം. ദൈവത്തിന് മഹത്വം. അത് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റാണ്, നമുക്ക് പിന്നീട് അത് സംസാരിക്കാം. നമ്മൾ സ്തോത്ര പ്രാർത്ഥനയിൽ എപ്പോഴും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നിങ്ങളും ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ ഒരു സ്തോത്രം പറയണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവമേ അനുഗ്രഹമായ ഒരു ദിവസം നൽകിയതിനായി സ്തോത്രം കേട്ടോ. ഈ ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യണം. ഇടതടവില്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഒരു സ്തോത്രം പറയുന്നത് നല്ലതാണ്. സ്തോത്രം സന്തോഷത്തിലും ദുഃഖത്തിലും നേട്ടങ്ങളിലും എല്ലാം സ്തോത്രം, ഒരു സ്തോത്രം പറയുന്നത് നല്ലതാണ്. നമ്മൾ ഇവിടെ ഇന്ന് ഞാൻ ഊന്നി പറയുവാൻ ആഗ്രഹിച്ചൊരു ഭാഗം: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തു. സ്തോത്രം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സ്തോത്രം പറയാൻ പറയുന്നത്. ഇരുട്ടിന്റെ അധികാരത്തിൽ എന്തായിരുന്നു? നമുക്ക് ദുഃഖമായിരുന്നു, ഭീതിയായിരുന്നു, പരാജയങ്ങളായിരുന്നു, അപമാനങ്ങളായിരുന്നു, തകർച്ചയായിരുന്നു, പ്രതീക്ഷകളില്ലായിരുന്നു. സ്തോത്രം. ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നു. മുൻപോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല. സ്തോത്രം. ഇരുട്ട് നമ്മളെ വല്ലാതെ ഗ്രസിച്ചു കളഞ്ഞു. ഇരുട്ട് നമ്മളെ എങ്ങനെയും അവൻ്റെ വശത്ത് ഒതുക്കി തീർത്ത് നമ്മുടെ ജീവിതം ഇരുട്ടിൽ അസ്തമിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇരുട്ടിൽ നിന്ന് നാം പുറത്തു പോകരുതെന്ന് അവൻ ആഗ്രഹിച്ചത്. എന്നും ആ പാപത്തിൻ്റെ ഇരുൾ മൂണ്ട ആ അവസ്ഥയിൽ കിടന്ന് നമ്മുടെ ജീവിതം നരകിച്ച് നിത്യനാശത്തിലേക്ക് നാം പോകണമെന്ന് ആഗ്രഹിച്ചത്. ഇരുട്ടിലായിരുന്നപ്പോഴും സമ്പത്തുണ്ടായിരുന്നവരെന്നെ കേൾക്കുന്നവരുണ്ട്. ഇരുട്ടിലായിരുന്നപ്പോഴും ആരോഗ്യമുള്ളവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇരുട്ടിലായിരുന്നപ്പോഴും പ്രശസ്തരായിരുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ഏത് നിലയിലായിരുന്നാലും ഇരുട്ട് വാഴുന്നതിൻ്റെ അന്ത്യഫലം എന്ന് പറയുന്നത് നാശമാണ്, നിത്യയാതനയിലേക്കുള്ള യാത്രയാണ്. സ്വതന്ത്രം. ദൈവം നമ്മെ രക്ഷിച്ച എവിടുന്ന്? നിത്യമായ നാശത്തിൽ നിന്ന്. ഇരുട്ടിന്റെ അധികാരി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കെണി, വല, നിത്യമായ നാശം. ആ വലയിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചത്. നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ വിടുവിച്ചു എന്ന് പറയുന്നത്. മരണത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ അവൻ രക്ഷിച്ചു, നമ്മുടെ ജീവനെ അവൻ രക്ഷിച്ചു, നമ്മുടെ ആത്മാവിനെ അവൻ രക്ഷിച്ചു. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് കേട്ടോ. അല്ലാതെ രോഗം മാറിയത് മാത്രമല്ല, ഒരു കടം മാറിയത് മാത്രമല്ല, ഒരു അപമാനം മാറിയത് മാത്രമല്ല, താൽക്കാലികമായ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത് മാത്രമല്ല. പ്രാണനെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ആ വിടുവിക്കലിനകത്ത് എന്താ സംഭവിച്ചത്? ആ വിടുവിക്കൽ നമ്മുടെ പ്രാണൻ രക്ഷപ്പെടുകയാണ്, ആത്മാവ് രക്ഷപ്പെടുകയാണ്. നിത്യനാശത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് അവിടെ ഒരുങ്ങുകയാണ്. ആ വിടുവിക്കുന്നതിന് മുൻപ് വരെയുള്ള നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി അസ്തമിച്ച ഭാവിയാണ്. നാശയോഗ്യരായി നാം തീർന്നിരിക്കുകയാണ്. നിത്യയാതനയ്ക്ക് വേണ്ടി നാം അതിനകത്ത് ആ ദണ്ഡനത്തിനകത്തേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുട്ടിലായിരുന്നപ്പോൾ നാം അറിഞ്ഞിരുന്നില്ല.
ഇരുട്ടിൽ നാം അനുഭവിച്ച നമ്മുടെ വിഷയം എന്തായിരുന്നു ചോദിച്ചാൽ, നമ്മുടെ ഇരുട്ടിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പരാജയങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും നിന്ദകളും ഒക്കെ ആയിരുന്നു നമ്മുടെ വിഷയം. അതിൽ നിന്നുള്ള മോചനമാണ് നാം ആഗ്രഹിച്ച ജഡത്തിൽ. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ ആഗ്രഹിച്ചതും ദൈവം നമ്മളെ വിടുവിച്ചതും ഏതായിരുന്നു? ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നിരുന്ന ആ അവസ്ഥകളിൽ നിന്നല്ല, ആ ഇരുട്ടിന്റെ പരിണിത ഫലമായ നിത്യയാതന നിത്യനാശത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചത്. എന്നിട്ട് നമ്മളെ ആത്മാവിനെ, നമ്മളെ പ്രാണനെ രക്ഷിച്ച്, നമ്മുടെ ആത്മാവിനെ രക്ഷിച്ച്, എന്നിട്ട് സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തു. പിതാവിന് സ്തോത്രം ചെയ്യണം. അപ്പൊ പിതാവിന് സ്തോത്രം ചെയ്യണം. ഇരുട്ടിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചത്. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്താണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്? വാഗ്ദത്തങ്ങളാണ്. ജീവനിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയവൻ നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളാണ്. കാരണം മരണമില്ലാത്തൊരു ജീവിതം നമുക്ക് നൽകി. അവന്റെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവൻ നൽകി എന്നുള്ളതാണ്, സ്വർഗം നൽകി എന്നുള്ളതാണ്. യാതനയുടെ നരകമായിരുന്നെങ്കിൽ സന്തോഷത്തിന്റെ സ്വർഗം നമുക്ക് പ്രദാനം ചെയ്തു. തിരുവചനം പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും എന്നാണ് പറയുന്നത്. നീതിയാണ് അവിടെ അനീതിയൊന്നും നേരിടുന്നില്ല. ഇരുട്ടിലായിരുന്നപ്പോൾ നീ മുഴുവൻ അനീതിയാ. നിന്റെ നീതിക്ക് അവിടെ പ്രസക്തമല്ലായിരുന്നു. മുഴുവൻ അനീതി നീ അടിച്ചേൽപ്പിക്കപ്പെടണമെന്ന്. എല്ലാ പരാജയങ്ങളും നിനക്ക് അവകാശങ്ങളുണ്ടെന്ന് നീ മാന്യമായി നിൽക്കേണ്ടതായിട്ടോ അതെല്ലാം തിന്മയായിരുന്നു, സകല തിന്മയായിരുന്നു നീ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ നീതിയാണ് ഇവിടെ ലഭിക്കുന്നത്. ദൈവരാജ്യത്തിൽ നീതിയാണ്. ദൈവരാജ്യം പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ദൈവരാജ്യം സമാധാനമുള്ളതാണ്. അവിടെ ആയിരുന്നപ്പോൾ നിനക്ക് ഉറക്കമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു, സ്വസ്ഥയില്ലായിരുന്നു, ആകുലതകൾ നിറഞ്ഞതായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സമാധാനമാണ് തരുന്നത്. അവിടെ നമുക്ക് ദുഃഖമായിരുന്നു, പല്ലുകടിയായിരുന്നു, ഞെരുക്കമായിരുന്നു, എന്നും കണ്ണുനീരായിരുന്നു, കയ്പായിരുന്നു. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് വന്നത് ഒന്നാമത് നിത്യമരണത്തിൽ നിന്നുള്ള നിത്യജീവനിലേക്കുള്ള ഒരു നീക്കുപോക്കുണ്ടായി. പിതാവ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതാ ഒരു നിത്യജീവൻ നമുക്ക് ലഭിച്ചു. മരണമില്ല. അതുകൊണ്ട് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. രണ്ടാമത് അവൻ പറഞ്ഞിരിക്കുക, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം. അതാർക്കും നിങ്ങളിത് മോഷിക്കാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ് നീതിയും സമാധാനവും. ഇവിടെ സന്തോഷം നൽകിയിരിക്കുക. സന്തോഷം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം നൽകിയിരിക്കുകയാണ്. ഫിലിപ്പിലേന്ന് പറയാ, എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാറ്റിലും സന്തോഷിപ്പിൻ. എപ്പോഴും സന്തോഷമാണ്. ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അവിടെ സമാധാനമുണ്ട്, അവിടെ നീതിയുണ്ട്. സ്തോത്രം. അപ്പൊ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ സ്തോത്രം നിറയപ്പെട്ടതാണ് സ്തോത്രം സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ആ രാജ്യത്ത് നിനക്കിനിയും ദാരിദ്ര്യമില്ല. ആ രാജ്യത്ത് നിനക്ക് പല്ലുകടികളില്ല. ആ രാജ്യത്ത് നിനക്ക് മുറുമലുകളില്ല. ആ രാജ്യത്ത് നിനക്ക് ശത്രുവില്ല. ആ രാജ്യത്ത് നിനക്ക് അപമാനമില്ല. ആ രാജ്യത്ത് നിനക്ക് പരാജയമില്ല. ആ രാജ്യത്ത് നിനക്ക് ദുഃഖം തളം കെട്ടിയില്ല. ആ രാജ്യത്ത് നിനക്ക് സ്വസ്ഥതയില്ലായ്മയില്ല. അവിടെ നിനക്ക് സമാധാനവും സന്തോഷവും ആഘോഷങ്ങളും നിറഞ്ഞു. അത് എങ്ങനെ അനുഭവിക്കും? എപ്പോൾ ഇരുട്ടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ആ നാൾ മുതൽ ഈ ഭൂമിയിൽ അത് അനുഭവിക്കും. ഈ ഭൂമി മുതൽ അനുവദിക്കുന്ന, അല്ല സ്വർഗത്തിൽ ചിലവ് മാത്രമല്ല, ഈ ഭൂമി മുതൽ നിനക്ക് ഈ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്കും എനിക്കും അനുവദിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. എന്ന് ഇരുട്ടിന്റെ അധികാരത്തെ തള്ളിപ്പറഞ്ഞ് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്ന് മുതൽ പുത്രനായ കർത്താവ് ഈ ഭൂമിയിൽ ഒരുക്കപ്പെട്ട, നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സകല നന്മകളും നമ്മൾ അനുഭവിക്കും, സന്തോഷവാന്മാരായി. തിരുവചനം പറയുന്നത് അവന്റെ രാജ്യവും നീതിയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി സകലതും ചേർക്കപ്പെടും. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി തിന്മാനും ഉടുപ്പാനും പാർക്കാനും ഉള്ളതെല്ലാം കർത്താവ് നമ്മൾക്ക് വേണ്ടി കരുതും. എല്ലാം നിന്ദകളെയും മാറ്റി മാന്യതകളെ നൽകും. ദുഃഖമില്ലാത്ത സന്തോഷപ്രദമായ അനുഗ്രഹപ്രദമായ ആനന്ദദായകമായ ഒരു ജീവിതത്തിനുടമയാക്കി നിങ്ങളെ മാറ്റുവാൻ കർത്താവിന് കഴിയും. ഭാരങ്ങളെല്ലാം അവൻ ചുമക്കാമെന്ന് ഏറ്റിരിക്കുക. അതാണ് ഇരുട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ ഇരുട്ട് നിന്റെ പാപഭാരം ചുമന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഇരുട്ടിന്റെ അധികാരത്തിൽ. അവിടെ ദുഃഖത്തിന്റെ ഭാണ്ഡം നീ ചുമന്നു, ഭാരങ്ങൾ നീ ചുമന്ന് വലഞ്ഞു. എന്നാൽ ഇവിടെ നിന്റെ സകല ഭാരവും ചിന്താകുലവും അവന്റെ മേൽ വെക്കുവാൻ അവൻ നമുക്ക് ഓഫർ നൽകിയിരിക്കുക. അങ്ങനെ സ്നേഹസ്വരൂപനായ എൻ്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വതന്ത്രം ദൈവം നൽകിയിരിക്കുക, സൗജന്യമായി നൽകിയിരിക്കുക. രക്ഷ തന്നെ സൗജന്യമായിരിക്കുകയാണ്. ആ സൗജന്യമായി ലഭിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലെ സകല ആനുകൂല്യങ്ങളുടെയും അവകാശികളായി ഞാനും നിങ്ങളും മാറിയിരിക്കുക. ഇന്ന് പകൽ അത് പ്രാപിക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വരുവാൻ
ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിനെ ഹൃദയം കൊണ്ട് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതും ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാവുകൊണ്ട് ഏറ്റു പറഞ്ഞ് നിങ്ങൾക്ക് ആ പദവി അലങ്കരിക്കുവാൻ കഴിയും. ഇരുട്ടിനെ തള്ളിപ്പറഞ്ഞ് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന്റെ അംശയാണ്. അങ്ങനെയായ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന എല്ലാ വൈഷമ്യങ്ങളെയും തുടച്ചു നീക്കി പ്രത്യാശ നിർഭരമായ ആനന്ദദായകമായ ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ നിങ്ങൾക്ക് കഴിയും. കർത്താവ് ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കേട്ടിരിക്കുന്നതിൽ എനിക്കറിയാം 99% ആൾക്കാരും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും പുത്രന്റെ രാജ്യത്തിൽ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വന്നതാണ്. ഇനിയും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഈ രാജ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ നന്മകളും നിങ്ങളും ഞാനും അനുഭവിക്കും. അല്പം ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് ജയോത്സവമായ ഒരു ജീവിതം ക്രിസ്തുയേശുവിലൂടെ പിതാവായ ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതിഭൂമിയിൽ അനുഭവിക്കാനും കഴിയും. കർത്താവേവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്തു വരിക. കൃപയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക. ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിവിധ ആകുലതകളോടെയും ഭാരങ്ങളോടെയും കാണുന്നവരുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. അവരുടെ മേലുള്ള ആ വിഷയങ്ങളുടെ മേൽ ജയം കൽപ്പിക്കുക. കൃപ കൊണ്ട് അവരെ ഒന്ന് തൊടുമാറാകണമേ. അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തി അവരിലേക്ക് പകരണമേ. വിടുതലിന്റെ കരം അവരെ ഒന്ന് തൊടുമാറാകണമേ. അവരെ ജീവന്റെ സമൃദ്ധിയെ കാണുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇന്ന് പരീക്ഷകൾ എഴുതുന്ന പരാജയ ഭീതിയോടിരിക്കുന്നവർ വിടുതലിനായി പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ അവർ കോൺഫിഡൻസ് കൊടുക്കട്ടെ. ജീവിതയാത്രയിൽ കർത്താവെ ഓടി പൊരുതി തോറ്റു, ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ള ജീവിതത്തിൽ ഭാരത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതൽ കൊടുക്കട്ടെ. ജീവനോടെ ഇരുന്നവർ ദൈവപ്രവൃത്തിയെ വർണ്ണിക്കുന്നവരായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ എവിടെ പരാജയങ്ങളേറ്റോ അവിടെ ജയോത്സവമായ മാന്യതകൾ അവരെ തേടി വരുവാനിടയാകട്ടെ. കൃപയുടെ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. നിരാശകൾ മാറട്ടെ. കൃപയുടെ കരങ്ങളിൽ സൂക്ഷിക്കണം. ആഹാരമില്ലാതെ വലയുന്നവർ, ജോലിയില്ലാതെ, വരുമാനമില്ലാതെ ആകുലപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കും. കർത്താവെ, വിടുവിക്കണമേ, വഴികളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ലഹരികളുടെ അടിമകളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിടുതലിനായി പ്രാർത്ഥിക്കും. കുടുംബങ്ങളിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വലിയ രോഗബാധകളാൽ തളർന്നിരിക്കുന്നവർ, ക്ഷീണിച്ചിരിക്കുന്നവർ, ചികിത്സിച്ചും അടുത്ത് ഭാരത്തോടെ ഇരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ പ്രാപിക്കുവാനുള്ള തടസ്സങ്ങൾ മാറട്ടെ. അത് അവരിലേക്ക് പകരട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു, വിടുവിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ ഈ പകൽക്കാലം ഞാൻ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. വാട്സപ്പ് നമ്പർ അടിയിലുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ടെക്സ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത്. വൺസ് അഗൈൻ, ഗോഡ് ബ്ലസ് യു. ലവ്.